ടൈമുകളിലുണ്ടും ഇത് നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇന്ന ദിവസം എനിക്ക് മദ്യപിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ പേര് അശോകൻ. ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. പേജ് 179 ആസ്പിൽ സീസിറ്റിന്റെ. നമുക്ക് ആസ്പിൽ സീസിറ്റ് എന്താണെന്ന് ഒന്നുകൂടി ഓർമ്മിക്കാം. ആസ്പിൽ സീസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലിന്റെ കാഴ്ചപ്പാടെന്നോ ബില്ലിന്റെ ദർശനങ്ങളെന്നോ എന്ത് വേണം പറയാം. ബിൽ ഡബ്ല്യു ന്റെ പല ലിറ്ററേച്ചറുകളിലും അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, അതുപോലെ അദ്ദേഹം ചില സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള എന്താ പറയുക അയച്ചു കൊടുത്തിട്ടുള്ള ലെറ്ററുകൾക്കുള്ള മറുപടി ലെറ്ററുകൾ, പിന്നെ അതേപോലെ അദ്ദേഹം ചില സ്ഥലങ്ങളിൽ ഷെയർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത് അദ്ദേഹം അതിന്റെ ഓർഡറിൽ പല സ്ഥലത്തു നിന്നും അടർത്തിയെടുത്ത് 4 വരിയും 5 വരിയും അങ്ങനെയൊക്കെ ആയിട്ട് അടർത്തിയെടുത്തിട്ട് അദ്ദേഹം തന്നെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അതിന്റെ ആദ്യത്തെ പേര് ദ എ വേ ഓഫ് ലൈഫ് ആയിരുന്നു. അപ്പൊ നമ്മളൊക്കെ എ വേ ഓഫ് ലൈഫിൽ പോവാൻ ഉദ്ദേശിക്കുന്നവരാവുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കേണ്ടത്, എപ്പോഴൊന്നും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും, കൂടുതൽ പ്രയോജനം ചെയ്യും. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതില് ഏലത്തെ പല ലിറ്ററേച്ചറുകളെ കുറിച്ചും വാസ്റ്റ് ആയിട്ടുള്ള ഒരു പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടും. അതേപോലെ പിന്നെ വേറൊരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ 3 ലെഗസികളും, ഏയുടെ 3 ലെഗസികളാണ് മോചനം, ഐക്യം, സേവനം. ആ 3 ഇതിനെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. ആദ്യത്തെ പേജ് 179, കോപ്പിംഗ് വിത്ത് ആങ്കർ. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കോപത്തിനോട് നമ്മൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇത് കൊടുത്തിട്ടുള്ളത് 12 പേജ് 90 ആൻഡ് പേജ് 91 നോക്കാം. നമുക്ക് 12 മലയാളത്തിലുണ്ടല്ലോ, അപ്പൊ മലയാളം തന്നെ വായിക്കാം. 10ാം പടിയിലെ ലേഖനാണിത്. 90ാമത്തെ പേജിലുള്ള 3ാമത്തെ പാരഗ്രാഫാണ് ആദ്യത്തേത്. പിന്നെ 91ാമത്തെ പേജിലെ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ എന്താ പറയുക പകുതി കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കാം. നമ്മൾ മദ്യപാനികളെക്കാൾ നീരസത്തിന്റെ ഇരകളായി മാറിയവർ വേറെ അധികമില്ല. നമ്മുടെ നീരസങ്ങൾ നീതീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നത് വിഷയമേ അല്ല. ദേഷ്യത്തോടെയുള്ള ഒരു പൊട്ടിത്തെറി ഒരു ദിവസത്തെ തന്നെ നശിപ്പിച്ചേക്കാം. നന്നായി വളർത്തിയെടുക്കപ്പെട്ട അമർഷം നമ്മെ ദയനീയമായി നിഷ്ഫലരാക്കുന്നു. നീതീകരിക്കപ്പെടാത്ത ദേഷ്യത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ട വേർതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരിക്കലും കഴിവുള്ളവരായിരുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോപം എല്ലായ്പ്പോഴും നീതീകരിക്കപ്പെട്ടു. ദേഷ്യമെന്ന കൂടുതൽ സന്തുലനാവസ്ഥയുള്ള ആളുകളുടെ വല്ലപ്പോഴുമുള്ള ഈ ആർഭാടം നമ്മെ അനന്തമായി ഒരു വൈകാരിക ലഹരിയിൽ നിലനിർത്തുന്നു. ഇത്തരം വൈകാരികമായ വരണ്ട മദ്യപാനം നമ്മെ മിക്കപ്പോഴും നേരെ കുപ്പിയിലേക്ക് നയിക്കുന്നു. മറ്റു ചില ശല്യങ്ങളും അസൂയ, കുശുമ്പ, ആത്മാനുകമ്പ അല്ലെങ്കിൽ അഭിമാനക്ഷതം തുടങ്ങിയവ ഇത് തന്നെയാണ് ചെയ്തത്. ആവരീതിയിലില്ല കേട്ടോ, അത് പുസ്തകത്തിലുള്ളതാണ്. പക്ഷെ ആസ്പിൽ സീസിറ്റിലേക്ക് പകർത്തി എഴുതിയപ്പോൾ അതില്ല. കാരണം നമ്മുടെ കോപത്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, അതുകൊണ്ട് അവസാനത്തെ വരിയില്ല. അസൂയയും കുശുമ്പിനും ആത്മാനുകമ്പയെ കുറിച്ച്. ഓക്കെ, ഇനി ഇതിന്റെ അടുത്ത രണ്ടാമത്തെ ഭാഗം പേജ് 91 കൂടി വായിക്കാം. നാക്കിന്റെയും പേനയുടെയും നിയന്ത്രണം പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്താലുള്ള വിമർശനവും കോപാകുലമായ അതിശക്തമായ വാദപ്രതിവാദങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നിശബ്ദമായ പുച്ഛത്തിന്റെയും പ്രകടിപ്പിക്കാത്ത ദേഷ്യത്തിന്റെയും കാര്യവും ഇങ്ങനെ തന്നെ. അഹങ്കാരത്തിന്റെയും പ്രതികാരത്തിന്റെയും ഇരകൾ കോർത്തിട്ടിരിക്കുന്ന വൈകാരിക കെണികളാണിവ. ഇത്തരം കെണികളിൽ നിന്നും വഴിമാറി നടക്കുക എന്നാണ് നമ്മളുടെ ആദ്യത്തെ ജോലി. കോർത്തിട്ടിരിക്കുന്ന ഇരയാൽ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ മാറി നിന്നൊന്ന് ചിന്തിക്കുവാൻ നാം നമ്മെ പരിശീലിപ്പിക്കണം. ആത്മനിയന്ത്രണം എന്ന ശീലം സ്വയം കർമ്മനിരതമാകാത്ത പക്ഷം സതുദ്ദേശത്തോടെ നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ എത്ര കറക്റ്റായിട്ട്. ആദ്യത്തെ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ കോപത്തിനെ കുറിച്ചും, പിന്നീട് അതിൻ്റെ നിയന്ത്രണവും ബാക്കിയുള്ള കാര്യങ്ങളും
എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചും ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞ ഈ 10-ാം പടിയിലെ ഭാഗമൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, വളരെ ഇത് വായിക്കാനായിട്ട് ഇപ്പൊ ഇന്നൊരു ചാൻസ് കിട്ടിയത് തന്നെ വലിയൊരു കാര്യം. ഇതൊക്കെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളെ. കാരണം ഇത് 10th സ്റ്റെപ്പിനെ കുറിച്ച് പറയുന്നത് മെയിൻ്റനൻസ് സ്റ്റെപ്പ് ആണ്. നമ്മള് ഗ്രോത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ബാക്കിയുള്ള സ്റ്റെപ്പുകളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഡെയിലി ജീവിക്കുന്ന ആ ഒരു വേ ഓഫ് ലൈഫ് ജീവിക്കുമ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണത്. 10th സ്റ്റെപ്പ് നോക്കാം. എന്താണ് അതിൽ പറഞ്ഞത്? നമ്മൾ മദ്യപാനികളെക്കാൾ നീരസത്തിന്റെ ഇരകളായി മാറിയവർ വേറെ അധികമില്ല. അത് വലിയൊരു ട്രൂത്ത് ആണ്. അത് ബിഗ് ബുക്കിൽ ആദ്യം തന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്താണ് വിദ്വേഷമാണ് പ്രധാന ശത്രു എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാരഗ്രാഫില്ലേ അത്. ഓക്കെ, നമ്മുടെ നീരസങ്ങൾ നീതീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നത് വിഷയമേ അല്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ വളരെ നീതിയുക്തമായിട്ടുള്ള രീതിയിലുള്ള ആണ്, എനിക്ക് അയാളോടുള്ള റിസെന്റ്മെന്റ് അല്ലെങ്കിൽ അയാളോടുള്ള എന്താ പറയാ അസംതൃപ്തി എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു വിഷയം ഇല്ല ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ച്. ദേഷ്യത്തോടെയുള്ള ഒരു പൊട്ടിത്തെറി ഒരു ദിവസത്തെ തന്നെ നശിപ്പിച്ചേക്കാം. എന്റെയൊക്കെ ജീവിതത്തിൽ വളരെ കൃത്യമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴല്ല കേട്ടോ, ഞാൻ പറയുന്നു ഇപ്പോഴല്ല. അത് ഞാൻ ഇതിലൂടെ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ ഡെയിലി ഉള്ള ലൈഫിലേക്ക് അതിന്റെ ഞാൻ വേറെ 2-3 ടിപ്സ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്ന ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാം. നന്നായി വളർത്തിയെടുക്കപ്പെട്ട അമർഷം നമ്മെ ദയനീയമായി നിഷ്ഫലരാക്കുന്നു. അതെ, എന്തെങ്കിലും ഒരു കാര്യത്തിനോടോ ഒരു വേറൊരാളുടെ ഒരു അഭിപ്രായത്തിനോടോ അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോട് ചെയ്യുന്ന ചില കാര്യങ്ങളോടുള്ള അമർഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റിയില്ല വേണ്ട വിചാരിച്ച പോലെ, അപ്പോഴൊരു അമർഷം വരും. ഇതൊക്കെ എന്താ ഒരു ദിവസം ദയനീയമായി നിഷ്ഫലരാക്കണം. അപ്പൊ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് പിന്നെ അത് മനസ്സിന് പോവില്ലായിരുന്നു ഒരു കാലത്ത്. അന്നത്തെ ദിവസം മുഴുവൻ പിന്നെ നിഷ്ഫലമാവുകയാണ് ചെയ്യുന്നത്. അന്ന് വേറെ പ്രവൃത്തിയൊന്നും നേരവണ്ണം ചെയ്യാൻ പറ്റില്ല. നീതീകരിക്കപ്പെടാത്ത ദേഷ്യത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ടവ വേർതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരിക്കലും കഴിവുള്ളവരായിരുന്നില്ല. എന്റെ കാര്യത്തിൽ അത് 110% വളരെ ശരി. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോപം എല്ലായ്പ്പോഴും നീതീകരിക്കപ്പെട്ടു. അത് എപ്പോഴൊക്കെ കോപം വന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് എടുത്തു ചാടി ബഹളം കൂട്ടി, ഈ സമയത്തൊക്കെ അതൊക്കെ നീതീകരിക്കപ്പെട്ടത് തന്നെയാണ്. ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ട് പോലില്ല എൻ്റെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്. ഞാൻ ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. കാരണം ഞാൻ കോപം കൊണ്ട് വിറക്കിയത്. ആ സമയത്ത് ബാക്കിയുള്ളൊന്നും ഓർമ്മയുണ്ടാവില്ല, പിന്നെ എന്താ ചെയ്യണമെന്നും കൂടി അറിയില്ല. ദേഷ്യമെന്ന കൂടുതൽ സന്തുലനാവസ്ഥയുള്ള ആളുകളുടെ വല്ലപ്പോഴുമുള്ള ഈ ആർഭാടം നമ്മെ അനന്തമായ ഒരു വൈകാരിക ലഹരിയിൽ നിലനിർത്തുന്നു. അതെ, അത് സെയിനായിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ആർഭാടം പോലെ വല്ലപ്പോഴും കോപം വരുന്നതൊക്കെ. എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് തന്നെ അറിയാം. എൻ്റെ അച്ഛൻ എൻ്റെ ഓർമ്മയില് ആകെ 3 പ്രാവശ്യത്തെ എന്നോട് ദേഷ്യപ്പെട്ടു. ഒരു പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ, ബാക്കി 2 പ്രാവശ്യം ദേഷ്യപ്പെട്ടു. അത് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഒരു ആർഭാടം വല്ലപ്പോഴും അവർക്ക് വരുന്നൊരു കാര്യമാണ്. അത് ഞാൻ ഈ ദേഷ്യപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സമ്മർദ്ദം ചെയ്തിട്ടുള്ളത് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പക്ഷെ എനിക്കാണെങ്കിൽ അങ്ങനെയല്ല. ഇതൊരു വൈകാരിക ലഹരി പോലെയാണ്. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യാന്ന് അറിയില്ല. മറ്റുള്ളവർക്കൊക്കെ ഇതൊരു ആർഭാടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് കഴിയുകയും ചെയ്തു, തീർന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനല്ല. ഞാനത് മനസ്സിൽ തന്നെ കൊണ്ടുനടന്ന് എന്താ ഒരു പ്രത്യേക ഒരു ഇതിലാണ് നിൽക്കുക, ഒരു മൂഡില്. ഇത്തരം വൈകാരികമായ വരണ്ട മദ്യപാനം നമ്മെ മിക്കപ്പോഴും നേരെ കുപ്പിയിലേക്ക് നയിക്കുന്നു. ട്രൂ, വളരെ ട്രൂ ആണ്. മറ്റു ചില നയിക്കുന്നു, അത്ര ഉള്ളൂ ഇതില്. അപ്പൊ ഇവിടെ എന്താ പറയാ, എല്ലായ്പ്പോഴും നീതീകരിക്കപ്പെട്ട ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു കാലത്ത് ഞാൻ അനുഭവിച്ചിരുന്ന എൻ്റെ ആ പ്രശ്നം, ഇത് പൊതുവെ മദ്യപാനികളുടെ കാര്യമായിട്ടാണ് പറഞ്ഞത്.
ഇത് വളരെ തുറന്നു കാട്ടിയിരിക്കുകയാണ്, വളരെ തുറന്നു കാട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ച് അതിന് നീതീകരിക്കപ്പെട്ട ദേഷ്യം നീതീകരിക്കപ്പെടാത്തതൊന്നുമില്ല. ആൽക്കഹോളിക്കിനെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് അത് ഉണ്ടാവും. സെയിനായിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാർക്ക്, സ്വബോധത്തോടുകൂടി ജീവിക്കുന്ന, നല്ല ബോധത്തോടുകൂടി ജീവിക്കുന്നവർക്ക് എന്നല്ലാതെ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഞാൻ പറയാന്ന് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് തന്നെ ഞാൻ ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും കഠിനമായ ശ്രമം തുടങ്ങാനുള്ള കാരണം തന്നെ എൻ്റെ ഇതുപോലത്തെ ഒരു കോപത്തിന്റെ ഒരു ഔട്ട്ബസ്റ്റ് ഓഫ് ആങ്കറാണ്. അതായത് ഞാൻ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞ് 3 വർഷം ആയിട്ടില്ല, അതിനിടയ്ക്കാണ്. അതിനിടയ്ക്ക് ഒരു കൃത്യമായിട്ട് പറഞ്ഞു 2008 2008 അതെ 2009 2009 ഒരു ദിവസമാണ് ഇതുപോലെ എൻ്റെ എന്താ പറയാ എൻ്റെ 2 ബന്ധുക്കളുടെ അടുത്ത് ഞാൻ ഒരു കാര്യമില്ലാതെ എൻ്റെതായ ഒരു ചില ഈ എന്താ പറയാ മുൻവിധികളും എൻ്റെതായ ചില ദുർവാശികളും എൻ്റെതായ ചില മർക്കടമുഷ്ടികളും കാരണം, ഓഫ് കോഴ്സ് അവരുടെ ചില കാരണങ്ങൾ അതിന് ഉണ്ടായിരുന്നു അവരുടെ. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്നെ നോക്കാനോ കാണാനോ ഒന്നും പറ്റിയില്ല. ഞാൻ അന്ന് ആ സമയത്ത് എൻ്റെ കയ്യില് ഒരു മടാളോ കൊടുവാളോ കത്തി എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ 2 പേരെ ഞാൻ തീർക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് കിട്ടിയില്ല. ഞാൻ തെരഞ്ഞു ഓടിയപ്പോഴേക്കും എൻ്റെ വൈഫ് എടുത്ത് മാറ്റിയത്. അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പോ എത്രയും സില്ലിയായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ അവിടെ കാണിച്ചു. എനിക്കത് പിന്നെ എങ്ങനത്തോളം അവിടെയാണ് ഞാൻ അത്. പക്ഷെ എൻ്റെ വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. പിന്നെ പ്രോഗ്രാമിൽ കൂടെയുള്ള ആ ഒരു ജീവിതം ഇതിന് പറ്റുള്ളൂ എന്നുള്ളത് ഉറപ്പായി. അപ്പോ അങ്ങനെ വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നീതീകരിക്കപ്പെട്ട ദേഷ്യം കോപത്തൊന്നും ഇല്ല. നീതീകരിക്കപ്പെട്ടതിൽ കോപമാണ്. അത് എന്നെ സംബന്ധിച്ച് എൻ്റെ നാശത്തിലേക്ക് നയിക്കും, എനിക്ക് ഉറപ്പാണ്. അതിന്റെ ആ സംഭവത്തിന്റെ കുറച്ച് ദിവസം മുമ്പ്, ഒരു 3-4 മാസം മുമ്പും ഇതുപോലെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്തും എനിക്ക്, പക്ഷെ അത് ഇത്രയും സീരിയസ് ആയില്ല. അത് വേറൊരു വ്യക്തിയായിട്ടുള്ള പ്രശ്നമായിരുന്നു. അത് അടിവെള്ളത്തിൽ കലാശിച്ചു. അത് അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത് ജീവിതത്തിൽ. അങ്ങനെ 2 വർഷത്തിന്റെയും 3 വർഷത്തിന്റെയും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ, അല്ല, ഒരു 1.5 വർഷം മുതൽ 3 വർഷമുള്ളതിന്റെ ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ ഒരു 3-4 തവണ ഇതുപോലെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അതൊക്കെ പിന്നീടാണ് മനസ്സിലായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ ഇവിടുത്തെ ഗോൾഡൻ വേർഡ്സ്. അപ്പോൾ ഇവിടെ എന്താണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ, 1, 2, 3 പടികളിൽ ഉറച്ചു നിൽക്കുക. അവിടെ ആക്സെപ്റ്റ് എവറിത്തിങ് ആസ് ദേ ആർ. എല്ലാത്തിനെയും അതായിട്ട് അംഗീകരിക്കുക. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ലെറ്റ് ഗോ. വിട്ടുകൊടുക്കുക, കൊടുക്കേണ്ടത് വിട്ടുകൊടുക്കുക. 3ാമത് ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ബി ഓൾവേസ് വിജിലന്റ്. ഞാൻ എന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വളരെ എന്താ പറയാ ഗൗരവത്തോടെ ഞാൻ എന്നെ തന്നെ നോക്കണം. ചിലത് ഗൗരവം എന്ന് പറഞ്ഞാൽ മറ്റേ ഗൗരവമല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി എന്നെ നോക്കണം. ആ വിജിലൻസ് എൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും മോശമാവാതിരിക്കാൻ എൻ്റെ വരുന്ന ചിന്തകളിലോട് എനിക്ക് വിജിലന്റ് ആവണം. ഞാൻ ഇത് എനിക്ക് മനസ്സിലാക്കി തന്ന ഇത് ഒരു ഓൾ ടൈമർ ആയിട്ടുള്ള ഒരു ഏങ്കത്തിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് ചില ടിപ്സ് ഒക്കെ കിട്ടിയത്. പിന്നെ അതേപോലെ ചില സ്പിരിച്വൽ ലീഡേഴ്സിന്റെ ചില പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ ചില ടിപ്സ് ഒക്കെ കിട്ടി. എങ്ങനെയാണ് എനിക്ക് കോപം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ, കോപം വരുമ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. എനിക്ക് നമ്മളുടെ ഇത് പറഞ്ഞ തന്നെ, നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ പ്രശാന്തതര പ്രാർത്ഥനയുള്ളത് തന്നെ. നമുക്ക് സാഹചര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല, അപ്പൊ അതിനൊക്കെ അംഗീകരിക്കേ പറ്റൂ. മാറ്റാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മെന്റാലിറ്റിയാണ്. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. അങ്ങനെയുള്ള കുറച്ച് ടിപ്സൊക്കെ കൂടി പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുവിധം മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ തുടങ്ങി. ഇനി ഇതിന്റെ 2ാമത്തെ ഭാഗം വായിക്കാം. 2ാമത്തെ ഭാഗം
അതായത് ഇപ്പൊ ഈ കോപത്തിന്റെ നമുക്ക് കോപത്തിനെ കുറിച്ച് പറഞ്ഞ് നമുക്കത് പറ്റാത്തതാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ്? ആത്മനിയന്ത്രണത്തിന്റെ വികസനമാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. നമ്മൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എക്സാക്ട്ലി ഞാൻ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിത് അന്ന് ഇത് വായിച്ചുകൊണ്ട് ചെയ്തതൊന്നല്ല കേട്ടോ. അത് ഈ വിഷയം വന്നപ്പോൾ എന്തോ എനിക്ക് തന്നെ ഉള്ളിൽ നിന്ന് തോന്നിയതാണ്. ഞാനന്ന് ഈ 10ാം പടിയുടെ ഭാഗമൊന്നും വായിച്ചിട്ടില്ല. ഈ 12 ബുക്ക് എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും വായിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് സംഭവ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കത് തോന്നിയിട്ടാണ് പിന്നെ ഞാൻ കൂടുതൽ എയുടെ ഇതിലേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങിയത്. ഇത് ഏറ്റവും മുൻഗണന അർഹിക്കുന്ന എന്താ? ആത്മനിയന്ത്രണത്തിന്റെ വികസനമാണ് ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം. ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ ഫസ്റ്റ് എയിം അതായിരിക്കണം. ഇത് ഏറ്റവും മുൻഗണന അർഹിക്കുന്ന, നമ്മൾ തിടുക്കത്തിലോ വീണ്ടും വിചാരമില്ലാതെയോ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നല്ല മനസ്സുള്ളവരായും സഹിഷ്ണുതയുള്ളവരും ആയിരിക്കുക എന്ന കഴിവ് അപ്പോൾ തന്നെ ബാഷ്പീകരിച്ചു കൊണ്ടു. നോക്കൂ, അതാണ് അത്. അതുകൊണ്ട് തിടുക്കത്തിലും വീണ്ടും വിചാരമില്ലാണ് ചെയ്യാൻ. ഇവിടെയാണ് ആ തിങ്ക് 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 എന്നുള്ള ആ 3 തിങ്കിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് വരുത്താൻ പറ്റും. അപ്പോ തിടുക്കത്തിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആലോചിച്ച് ചെയ്താൽ. അതേപോലെ വീണ്ടും വിചാരമില്ലാണ്ട് എടുത്ത് ചാടാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾക്ക് നല്ല മനസ്സുള്ളവരായിരിക്കാൻ പറ്റുന്നില്ല, സഹിഷ്ണുത ഉള്ളവരായിരിക്കാൻ പറ്റുന്നില്ല. ആ കഴിവുകളൊക്കെ നമ്മളെ ബാഷ്പീകരിക്കുന്നു. ഒരു ദയാഹീനമായ വഴക്ക് അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ദേഷ്യം ജനിപ്പിക്കുന്ന ഒരു വിലയിരുത്തൽ മറ്റൊരാളുമായുള്ള നമ്മുടെ ബന്ധത്തെ ഒരു മുഴുവൻ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു മുഴുവൻ വർഷത്തേക്കോ തന്നെ നശിപ്പിക്കുന്നു. അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ഈ ഒരു ഔട്ട്ബസ്റ്റ് ഉണ്ടായ എൻ്റെ റിസൾട്ട് എനിക്ക് പിന്നീട് 6-7 വർഷം വരെ അവർക്ക് എന്നോടുണ്ടായിരുന്നു. അവർക്ക് എന്നെ പേടിയായിരുന്നു. പിന്നീട് ആ റിലേറ്റീവ്സ് 2 പേർക്ക് 6-7 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനതിൽ മാറി. ഞാൻ എൻ്റെതായ തെറ്റ് ഏറ്റു പറഞ്ഞു, പരിഹാരം ചെയ്തു, ഒക്കെ ശരിയാണ്. പക്ഷെ അവരുടെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടുണ്ടായിരുന്നു. ഇത് അതാണ് പറഞ്ഞത്, നമ്മുടെ ആ റിലേഷൻ എന്നുള്ള എല്ലാ കാര്യങ്ങളും, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പുറമേ ഉള്ളവരായിട്ട് നമ്മൾ അവനവൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെ തന്നെ എല്ലാ രീതിയിലും നശിപ്പിക്കുന്നതാണ്. നാക്കിന്റെയും പേനയുടെയും നിയന്ത്രണം പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. അന്നത്തെ കാലത്ത് പേനയാണ്, ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഫോണും വാട്സപ്പൊക്കെയാണ്. ഞാൻ വാട്സപ്പിൽ ആദ്യ കാലത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലർക്കും ഞാൻ പല മറുപടിയൊക്കെ അയച്ചിരുന്നു. അതിനെ ഞാൻ ഓവർകം ചെയ്തത് എവിടെയോ ഒരാൾ പണ്ട് പറഞ്ഞു കേട്ട ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഡാറ്റ ഓഫ് ചെയ്യും. എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടതൊക്കെ ടൈപ്പ് ചെയ്ത് ഞാൻ അയക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ആ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഡാറ്റ വീണ്ടും ആണ്. അപ്പൊ അത് ഒരു കാലത്ത് ആദ്യകാലത്ത് ഞാൻ ചെയ്തു. ഇപ്പൊ ഒന്നും അങ്ങനെയൊന്നും എൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോ എൻ്റെ ആ സമയത്ത് ഒരു എന്താ പറയാ, ഒരു റിലീസായി. എനിക്ക് വരുന്ന ആ കോപോ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയോ വൈകാരികാവസ്ഥയോ അതിനൊന്ന് റിലീസ് ചെയ്യാൻ പറ്റും ചെയ്യും. എന്നാൽ അവരാരും അറിയില്ല. അങ്ങനെ ഒരു ഇത് ഞാൻ പ്രയോഗിച്ചു നോക്കിയിരുന്നു വാട്സപ്പിൽ. കാരണം അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ചില സമയത്ത് കണ്ടമാനം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പലരും ഇങ്ങോട്ട് പറയുമ്പോൾ അതിനെ തക്ക മറുപടി അങ്ങോട്ട് പറയും. അതൊക്കെ വലിയ വലിയ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും അതിന് ഞാനിത് കുറച്ചു കാലം എനിക്ക് ശ്രമിക്കേണ്ടി വന്നുള്ളൂ. പക്ഷെ അത് പിന്നെ ശീലമായി. പിന്നെ അപ്പോൾ അവിടെ ഈ നാക്കിന്റെയും പേനയുടെയും നിയന്ത്രണം എന്നുള്ള കാര്യം ഉണ്ടല്ലോ, പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്നുള്ള ബിൽഡപ്പിന്റെ ഈ വാചകം വളരെയധികം സ്വാധീനിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്താലുള്ള വിമർശനവും കോപാകുലമായ അതിശക്തമായ വാദപ്രതിവാദങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളത് ഒഴിവാക്കുക തന്നെ വേണം. നിശബ്ദമായ പുച്ഛത്തിന്റെയും പ്രകടിപ്പിക്കാത്ത ദേഷ്യത്തിന്റെയും കാര്യവും ഇങ്ങനെ തന്നെ. അഹങ്കാരത്തിന്റെയും പ്രതികാരത്തിന്റെയും ഇരകൾ കോർത്തിട്ടിരിക്കുന്ന വൈകാരിക കെണികളാണിവ. അപ്പൊ ഇതൊക്കെ ഈ വൈകാരിക കെണികളാണ്. ആ കെണിയിൽ കോർത്തിട്ടിരിക്കുന്ന ഇരകൾ എന്താണ്? അത് അഹങ്കാരത്തിന്റെയും പ്രതികാരത്തിന്റെയും ഇരകൾ. ഇത്തരം കെണികളിൽ നിന്നും വഴിമാറി നടക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ജോലി. കോർത്തിട്ടിരിക്കുന്ന ഇരയാൽ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ മാറി നിന്നൊന്ന് ചിന്തിക്കുവാൻ നാം നമ്മെ പരിശീലിപ്പിക്കും.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫർദർ ഞാൻ വേറൊരു കാര്യം കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത ആ കാലത്ത് പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആത്മനിയന്ത്രണം എന്ന ശീലം സ്വയം കർമ്മനിരതമാകാത്ത പക്ഷം സതുദ്ദേശത്തോടെ നമുക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അപ്പൊ ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെനിക്ക് ആ സമയത്ത്, അതായത് 2009 കഴിഞ്ഞ് 2010 2011 ആയപ്പോഴേക്കും ഞാൻ എയില് കുറച്ച് എനിക്ക് സ്പോൺസറുടെ അടുത്ത് നിന്ന് കൂടെ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കുറെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കിട്ടി. അതോടുകൂടി പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ 11ാം പടിയിൽ പറയണ നമ്മളുടെ പ്രയറും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ എനിക്ക് അന്ന് മെഡിറ്റേഷൻ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒന്ന്, രാവിലെ സമയം കിട്ടിയിരുന്നില്ല, അന്ന് ഞാൻ ജോലിക്ക് പോയിരുന്ന സമയമായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു കാര്യം എൻ്റെ മനസ്സിൽ ആ കാലത്തൊക്കെ തോന്നിയിരുന്നു. ഈ മെഡിറ്റേഷന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്ന് കണ്ണടച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെറും അഭിനയമാണ്, ഇതൊക്കെ വെറും ഓരോ അഭിനയങ്ങളാണെന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നി. പക്ഷെ പ്രയർ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് വേറെ ചില വലിയ വലിയ ഫിലോസഫേഴ്സിൻ്റെ എന്നുള്ള ചില ഇൻപുട്ട് കിട്ടിയത്. ഞാനിവിടെ പറയാം, എക്കാർട്ട് ടോളയുടെ ചില ബുക്സൊക്കെ എനിക്ക് എൻ്റെ സ്പോൺസർ തന്നെ പ്രിസ്ക്രൈബ് ചെയ്തു. ദ പവർ ഓഫ് നൗ എന്നൊക്കെ പറഞ്ഞ ബുക്കും വേറെ ഒരു ബുക്കും. അപ്പൊ ഞാൻ ആ ബുക്കൊക്കെ വാങ്ങിയിട്ട് ഞാനതൊക്കെ ക്ലിയർ ആയിട്ട്, അപ്പൊ അതിൽ പറഞ്ഞിട്ട് ഇത് വായിച്ചിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒബ്സർവ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് അതിന് കിട്ടി തുടങ്ങി. അപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിൽ പോകുമ്പോഴായാലും ട്രെയിനിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കുമ്പോഴായാലും കാർ ഓടിക്കുമ്പോഴായാലും ഒക്കെ എനിക്ക് എന്നെ ഒരു എന്നെ തന്നെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു രീതി എനിക്ക് അങ്ങനത്തെ നിന്നൊക്കെ കുറേശ്ശെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്ന എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ശരിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞ വിജിലന്റ്, ഞാൻ വളരെ വിജിലന്റ് ആവാൻ തുടങ്ങി. വിജിലൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി തുടങ്ങി. അപ്പൊ ഇതൊക്കെ പ്രോഗ്രാമിൽ കൂടെ അത് സാധിക്കും. അതിന് പക്ഷേ ഈ പടികൾ സഹായത്തോടുകൂടി അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ പരിശീലിക്കാനുള്ള ശ്രമം നമ്മളുടെ കയ്യിൽ നിന്നുള്ള കടുത്ത സത്യസന്ധത അല്ലെങ്കിൽ ആത്മാർത്ഥത തന്നെ വേണം. അതുണ്ടെങ്കിൽ ഇത് സാധിക്കും. ആഗ്രഹം, ശ്രമം, ക്ഷമ എന്നാണ് ഡോക്ടർ ബാബു പറഞ്ഞത്. ആ 3 കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കും, യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ അടിവരട്ട് പറയാം. കാരണം ഞാൻ അത്രയും ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരുന്നു. വളരെയധികം മാനസികമായിട്ട് വളരെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, യു ആർ എ ബ്ലഡി അൺപ്രഡിക്റ്റബിൾ പേഴ്സൺ. എങ്ങനെയാണ് പെരുമാറുന്നത്, അടുത്ത പെരുമാറ്റം എന്തായിരിക്കുന്നത് ആർക്കും ഉദ്ദേശിക്കാൻ കൂടി പറ്റില്ല. അതുപോലത്തെ അൺപ്രഡിക്റ്റബിൾ. കാരണം അത്രയും ഈഗോ മനസ്സിലുണ്ടായിരുന്ന ആളാണ്. ഈഗോന്റെ ബാക്കിയുള്ള പ്രകടമായ ബാക്കി പല കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പൊ ആ അഹങ്കാരം കൊണ്ട് മാത്രം വരുന്ന കണ്ടമാനം ദൂഷിച്ച പ്രശ്നങ്ങൾ, ക്യാരക്ടർ ഡിഫക്ട്സ് ഉള്ള ഒരു മനുഷ്യൻ. ഈവൻ എൻ്റെ കൂടെ ചില വർക്ക് ചെയ്തിരുന്ന ചില ആൾക്കാരൊക്കെ, വളരെ ബഹുമാന്യരായ ചില ആൾക്കാർ, അവർക്ക് വരെ എന്നോട് സംസാരിക്കാനൊക്കെ മടിയായിരുന്നു, ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. കാരണം എനിക്ക് എൻ്റെ കാര്യത്തിൽ അന്നത്തെ കാലത്തൊന്നും എനിക്ക് ഡിസ്കഷൻ എന്താണെന്നുള്ള അറിയില്ലായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വ്യൂസ് പറയും. ഞാൻ എൻ്റെ വ്യൂ തന്നെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും, വളരെ ഫോഴ്സിബിളി. മറ്റുള്ളവരുടെ വ്യൂവിനെ കാണാനോ ഒന്നിനും, അതായത് എല്ലാം എൻ്റെ മുൻവിധിയും എൻ്റെതായ പ്രീജുഡീഷ്യൽ ആയിട്ടുള്ള ചില അപ്രോച്ചും ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്നെ വളരെ ഇതുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പേജ് നമ്മുടെ ചാലക്കുടി ജെയിംസ് ആണ് എഴുതി തരുന്ന ജെയിംസിന്റെ സ്പെഷ്യൽ താങ്ക്സ്. പേജ് നമ്പർ 179 സൂചിപ്പിക്കുന്നത് കോപ്പിംഗ് വിത്ത് ആങ്കർ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ആങ്കർ, കോപത്തിനെ കുറിച്ച്. 2, റേഷണലൈസേഷൻ, ന്യായീകരിക്കാനുള്ള, അതിനെ എങ്ങനെയാണ് നീതീകരിച്ച രീതിയിലുള്ളതാണോ എന്നുള്ള രീതിയിലുള്ള ഒരു ന്യായീകരണം. പിന്നെ റിസെന്റ്മെന്റ്, വിദ്വേഷം. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോ
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വെൽക്കം. ചേട്ടാ ഷിബു, കേക്കാവോ? എന്റെ പേര് ഷിബു, ഞാനൊരു ആൽക്കഹോളിക്കാണ്. നമ്മള് ദേഷ്യത്തിന്റെ കാര്യം പറയുമ്പോഴേ ഇപ്പൊ നമ്മള് ചിലപ്പോഴൊക്കെ കുറെ വർഷങ്ങളായിട്ട്, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് 16 വർഷത്തോളം ആകുമ്പോഴാണ് ഈ ഓഗസ്റ്റ് 15 എന്റെ 16ാമത്തെ ബർത്ത്ഡേ, ഇഫ് ഐ എം നോട്ട് ഡ്രിങ്കിങ്. അപ്പൊ ചിലര് നമ്മൾ പറയും, നമ്മളിപ്പോ വന്നു വൈഫിനോടോ അല്ലെങ്കിൽ ദേഷ്യം വന്നു എന്ന് പറയുമ്പോ, ഇത്രയും കാലമൊക്കെ പ്രോഗ്രാം ചെയ്തതല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാ അങ്ങനെ വരണേ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ നമ്മള് മനുഷ്യന് അതീതമായിട്ടുള്ള എന്തോ ഒരു വസ്തുവായിട്ട് നമ്മൾ മാറുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോ ദേഷ്യം നിയന്ത്രിക്കണ കാര്യമൊക്കെ ചേട്ടൻ പറഞ്ഞു. അത് ഒന്നും കൂടി ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും. ദേഷ്യം വരാൻ സാധ്യതയുള്ളവർ തന്നെയല്ലേ മനുഷ്യര്? അപ്പോ എന്ന രീതിയിൽ പ്രധാനമായിട്ട് പ്രശ്നം നേരിടുന്നത് കുടുംബത്തിലായിരിക്കും. കാരണം ജോലി സ്ഥലത്തെക്കാളൊക്കെ കൂടുതലായിട്ട് ഭാര്യ സംസാരിക്കുന്നതിലോ ഒക്കെ ആയിരിക്കും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യണം. കാരണം ഞാന് ബന്ധപ്പെടുന്ന ഏക്കാര് ഭാര്യമാരോടുള്ള ഒരു ദേഷ്യമാണ് എപ്പോഴും പറയാറ്. കുറെ കാലം കൂടി നിർത്തിയാലും ഭാര്യനെ മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദേഷ്യങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി ഒന്നുകൂടി ഒന്ന് പറയണം ചേട്ടൻ, പ്ലീസ്. അതായത് ഈ ദേഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പൊ പ്രോഗ്രാം ആദ്യം ചോദിച്ച കാര്യത്തിൽ പറയാം. പ്രോഗ്രാമിൽ കൂടെ നമ്മൾ കുറകാലം അല്ലെങ്കിൽ എനി സ്പിരിച്വൽ പ്രോഗ്രാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ദേഷ്യം വരുന്ന ഇൻസ്റ്റൻസസ് എണ്ണം കുറയും. അതായത് പണ്ട് ഒരു മാസത്തിൽ 30 ദിവസം ദേഷ്യപ്പെട്ടിരുന്ന ഒരാള് അത് പതുക്കെ കുറഞ്ഞ് ഒരു 8 തവണ 7 തവണ ഒക്കെ ആയി മാറും. കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ, അത് മദ്യപിക്കാതെ ഇരുന്ന് വന്നിട്ട് കുറേയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങനെയായി മാറും. പിന്നെ ഈ പ്രോഗ്രാമിൽ കൂടെ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് ചിലപ്പോൾ 1 തവണയൊക്കെ ആയിട്ട് വരും മാസത്തിൽ. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ വൈഫിനോടാണ് കോപം വരുന്നത് ചില സമയത്ത് എന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോ വല്ല 6 മാസമൊക്കെ കൂടുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ആണ് വരും. അതാണ് ഒന്ന്. അതും വന്നോളന്നില്ല. ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നത് 4 മാസമൊക്കെ മുമ്പ് എന്തൊരു ചെറിയ കാര്യത്തിൽ ദേഷ്യം വന്നിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഈ ദേഷ്യം വന്നാലും അത് നേരത്തെ ഇതിൽ വിവരിച്ച പോലെ വൈകാരികമായിട്ട് അത് മനസ്സിൽ അത് തങ്ങി നിൽക്കുന്നില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല, അത് തങ്ങി നിൽക്കുകയായിരുന്നു. അപ്പൊ അത് അങ്ങനെ അതൊരു ഭാഗം, അത് നമുക്ക് വരുന്ന ഗ്രോത്തിന്റെ ഭാഗമാണ്. മനുഷ്യർക്ക് വരുന്ന ഗ്രോത്ത്, മെച്യൂരിറ്റി എന്നൊക്കെ പറയില്ല, അതിൻ്റെയൊക്കെ ഭാഗമാണ്. രണ്ടാമത്തെ കാര്യം, ദേഷ്യം എന്തുകൊണ്ട് വൈഫിനോടോ അല്ലെങ്കിൽ ഇവരോടോ വരുന്നു? നമ്മൾ ആരോടാണോ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ല മറ്റുള്ള വ്യക്തി പെരുമാറുന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെ ഉള്ള അസംതൃപ്തി കോപമായിട്ട് പരിണമിച്ചു വരും. മനസ്സിലായോ? അത് ഞാനൊരു കാര്യം, എൻ്റെ ഭാര്യ ഇന്ന രീതിയിൽ പെരുമാറണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു. ഞാൻ അവരോട് പറയുന്നില്ല കേട്ടോ, അത് അവർക്ക് അറിയൂല ആക്ച്വലി. പക്ഷെ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അവർ പെരുമാറണം. അതെങ്ങനെ അവർക്കറിയാം? അവർക്ക് അതീന്ദ്രിയ ജ്ഞാനമൊന്നുമില്ലല്ലോ, മറ്റുള്ളവരുടെ മനസ്സിനെ അളക്കാനൊന്നും അവർക്ക് പറ്റില്ല. പക്ഷെ ഞാൻ ഈ വിഡ്ഢിയായി ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ വിചാരിക്കുന്നതൊക്കെ അവർക്ക് അറിയാമെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ കരുതുന്ന പോലെ അവർ പെരുമാറുന്നില്ലെങ്കിൽ അതിൽ എനിക്ക് അസംതൃപ്തി വരും. ഈ അസംതൃപ്തി എന്നെ പതുക്കെ കൊണ്ടുവന്നത് ഈ പ്രകടമായ ദേഷ്യത്തിലേക്കാണ്. എന്തുകൊണ്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് ദേഷ്യം വന്നു? കാരണം അത് അവിടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാന്ന് എനിക്കറിയാം. നേരെ മറിച്ച് പുറത്തൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല അവസ്ഥ. അപ്പൊ എൻ്റെ തന്നെ മനസ്സ് എന്നെ തന്നെ പല രീതിയിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനസ്സിനെയാണ് നമ്മൾ നിയന്ത്രിക്കാനുള്ള പഠനം ഇവിടെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണം ചെയ്യണം. കുറേശ്ശെ മുഴുവനാ പറ്റില്ല, 100% പറ്റില്ല.
ഒരാൾക്കും പറ്റിക്കൊള്ളുന്നില്ല ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്. പക്ഷെ ഒരളവ് വരെയെങ്കിലും അത് എടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കണം ഈ ബുക്ക്. അതുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് പുറത്ത് ഉള്ളവരോട് ദേഷ്യം വരാത്തത്, വൈഫിനോടോ അല്ലെങ്കിൽ വേറെ വല്ലവരോടോ അത്ര അടുപ്പുള്ളവരോട് മാത്രം ദേഷ്യം വരുന്നത്? ഇപ്പൊ ഒരേ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊരാളെ അവഗണിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമ്മളൊരാളെ അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു നമ്മളെ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളാണ് നമ്മളെ അവഗണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തോന്നില്ല. അയാൾക്ക് തന്നെ അറിയില്ല, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് നമ്മളെ നല്ല പരിചയമുള്ള ഒരു സുഹൃത്തോ അല്ലെങ്കിൽ അത്രയും പരിചയക്കാരനായിട്ടുള്ള ഒരാള് നമ്മളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അത് ഹർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മനസ്സിനെ മുറിപ്പെടുത്താനുള്ള ഈ മനസ്സിനെ മുറിപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് അയാളോടുള്ള ഒരു നീരസമായി മാറും. ആ നീരസം വിദ്വേഷമായി മാറും. വിദ്വേഷം പിന്നെ ചിന്തിക്കുമ്പോൾ എന്താവും? അത് ആ കോപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് ഒരു കാര്യം കോപത്തിന്റെ. വേറെ കോപത്തിന്റെ ഒരു കാരണം എന്താ? കുറ്റബോധം കൊണ്ട് കോപം വരും. എനിക്ക് ചില കാര്യങ്ങളിൽ ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ, എനിക്ക് തന്നെ ബോധ്യമുണ്ട് അത് തെറ്റാണെന്ന്. ആ കുറ്റബോധം വരുമ്പോൾ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്ന സമയത്ത് കോപം വരും. അത് മിക്കവാറും വൈഫ് ചോദിക്കുമ്പോഴാണ് വരിക. അവിടെ ഈഗോ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. കാരണം അവിടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക, എൻ്റെ പാർട്ട്ണറായിട്ടുള്ള വൈഫ് എന്നല്ല ചിന്തിക്കുന്നത്. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എന്നിൽ താഴുന്ന ഒരു വസ്തുവാണെന്നുള്ള ഇതൊരു അറിയാതെ മനുഷ്യന്റെ, ഒരു പുരുഷന്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു വികാരം കൂടിയാണ്. ഒരു വികാരമല്ല, ഒരു എന്താ പറയാ, മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ അവരോട് ചിലപ്പോൾ നമ്മൾ കൂടുതൽ, എൻ്റെ കുറ്റബോധം കൊണ്ട്, എൻ്റെ കഴിവ് കേടുകൊണ്ട് സപ്പോസ് എനിക്കൊരു 1,00,000 രൂപ നഷ്ടമായി എന്നിരിക്കാം. അതൊക്കെ അവർ കണ്ടു നിൽക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു ദിവസം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വേറൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഈ അന്ന് വന്ന നഷ്ടത്തെ കുറിച്ചിട്ട് ഇവര് സൂചിപ്പിക്കുമ്പോഴേക്കും ഞാൻ കോപാകുലനാവും. എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ അപര്യാപ്തത, അതിലുള്ള എൻ്റെ കുറ്റബോധം, ഇതാണ് എന്നെ അതിലേക്ക് നയിക്കണത്. അവര് ചോദിച്ച സത്യമല്ലേ സാർ? അവർ ഇത്രയും ദിവസം ചോദിക്കാതെ ഇരുന്നിട്ട് ഇപ്പോഴായിരിക്കും ചോദിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇതും ഒരു കാരണം. കുറ്റബോധം ഉണ്ടാവാം കൊണ്ട് കോപം വരാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കോപം വരുന്നുണ്ട്. മൂന്നാമത്തെ ഭയം കൊണ്ട് കോപം. വലിയ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്ന സമയത്ത് ഇതേപോലെ വീട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? എൻ്റെ ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അവർ കൂടി അറിഞ്ഞിരിക്കണം, അവർ അതനുസരിച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നേരെ മറിച്ച് ആ സമയത്ത് ഒരു കാര്യം ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പൊട്ടിത്തെറിച്ച്. ഇങ്ങനെയാണ് കുറെ സിറ്റുവേഷൻസ് കോപത്തിലേക്ക് നയിക്കുന്നത്. അതെല്ലാം ഏറ്റവും അടുത്ത ആളുടെ, അതുപോലെ അല്ലെങ്കിൽ തന്നെക്കാളും താഴ്ന്നതെന്ന് താൻ വിശ്വസിക്കുന്നവർ, അത് യാഥാർത്ഥ്യമായിക്കൊള്ളുന്നില്ല, പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് അതുപോലെ ഇത് വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ആണ് അങ്ങാടി തോറ്റ അമ്മയോടെന്ന് പറഞ്ഞു. കാരണം അമ്മയോട് പറഞ്ഞ ഒന്നും പ്രശ്നമില്ല എന്നാണ് പറയുക. അങ്ങാടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. അപ്പൊ അതുകൊണ്ട് എന്താ അങ്ങാടി തോറ്റു കഴിഞ്ഞാൽ അമ്മയോട് ഒന്ന് ബഹളം കൂട്ടും. ഇത്രേ ഉള്ളൂ. ഇത് അമ്മയാവാം, ഭാര്യയാവാം, ആര് വേണമെങ്കിൽ ആവാം. കാരണം നമുക്ക് നമ്മളെ നമ്മളെയൊക്കെ സഹിക്കാനായിട്ട് എന്താ പറയാ, വിധിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ തന്നെ കരുതുക. അങ്ങനെയൊന്നുമല്ല ആക്ച്വലി. അവരൊക്കെ പാർട്ട്നേഴ്സാണ്. വിവാഹത്തിലാണെങ്കിലും ഒക്കെ പാർട്ട്ണർഷിപ്പേ ഉള്ളൂ ശരിക്കും. ആ ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ കൺവെർട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ മനോഭാവം ആണ്. ആൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ്, നമ്മളെ ആറ്റിറ്റ്യൂഡ് മാറി വരേണ്ടത്. ഓക്കെ, എനിക്കറിയില്ല ഷിബു ചോദിച്ചതിന് അറിയില്ല. ഞാൻ മനസ്സിലാക്കി എന്റെ മറുപടി പറഞ്ഞു. താങ്ക് യു ഏട്ടാ. അടുത്തതിലേക്ക് പോവാമോ? അടുത്ത പേജ്. ഷിബു ചോദിച്ചാൽ ഷിബുവിന് മനസ്സിലായില്ലെങ്കിലും എനിക്ക് കുറെ ഉപകാരപ്പെട്ടു. താങ്ക് യു. ഓക്കെ, റൈറ്റ്. അടുത്ത പേജ് 180.
കമ്മ്യൂണിറ്റി പ്രോബ്ലം, അതായത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേക ആ ഒരു സമൂഹം തന്നെ. ഗ്രേപ്പ് വൈൻ മാർച്ച് 1958 എഴുതിയിട്ടുള്ളതാണ്. ഗ്രേപ്പ് വൈനിൽ മാർച്ച് 1958 വന്ന ലേഖനത്തിൽ എല്ലാ മാസവും ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ മാഗസീനാണ്. അതിൽ BW അവസാന കാലം വരെ അദ്ദേഹം എല്ലാ മാസവും ഓരോ ലേഖനങ്ങൾ എഴുതിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരുവിധം എല്ലാം എന്ന് തന്നെ പറയാം ലേഖനങ്ങളുടെ കളക്ഷനാണ് ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞ നമ്മുടെ ബുക്ക്. അപ്പൊ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടിലെ എത്രാമത്തെ പേജിലാണ് ഈ ഭാഗം വന്നിട്ടുള്ളത്? 186ഉം 187ലുമാണ്. ഓൺ ദ ആൽക്കഹോളിസം ഫ്രണ്ട് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. 184 പേജ് മുതലാണ് ലേഖനം തുടങ്ങുന്നത്. അതിന്റെ മധ്യഭാഗത്താണ് ഏകദേശം ഇത് വന്നത്. 186 187 നോക്കാം എന്താണ് പറഞ്ഞത്. അപ്പൊ ഇത് എഡിറ്റഡ് ആണ്, അതുകൊണ്ട് ഇതിലുള്ള ആസ്ബിൾ സിസിറ്റിൽ കൊടുത്ത് തന്നെ വായിക്കാം. ഞാനിതിപ്പോ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ടിൽ ഇന്ന സ്ഥലത്താണ്. കമ്മ്യൂണിറ്റി പ്രോബ്ലം, നമ്മുടെ സമൂഹത്തിന്റെ ആയിട്ടുള്ള പ്രശ്നം. The answer to the problem of alcoholism seems to be in education. Education in schoolrooms, in medical colleges, among clergymen and employers, in families, and in the public at large. അപ്പോ ആൽക്കഹോളിസം എന്നുള്ള ഈ പ്രശ്നത്തിന് ഉത്തരങ്ങൾ പല സ്ഥലത്തുണ്ട്. ടു ബി ഇൻ എഡ്യൂക്കേഷൻ, അതായത് ആൾക്കാരെ നമ്മൾ അവെയർ ആക്കലാണ്, എഡ്യൂക്കേഷൻ കൊടുക്കില്ല. ഈ പ്രോബ്ലത്തിനുള്ള എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. എവിടൊക്കെ? എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ റൂംസ്, ഇൻ മെഡിക്കൽ കോളേജസ്, അമംഗ് ക്ലർജിമെൻ ആൻഡ് എംപ്ലോയേഴ്സ്, ഇൻ ഫാമിലീസ് ആൻഡ് ഇൻ ദ പബ്ലിക് അറ്റ് ലാർജ്. നമ്മളെ ഈ PI പ്രോഗ്രാമിനെ ഒക്കെ ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു വരണോടത്ത് എന്ത് പറയണം കേട്ടോ. ഓൺ ദ ആൽക്കഹോളിസം ഫ്രണ്ട് എന്നാണ് ഇതിന്റെ, അതായത് ആൽക്കഹോളിസത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മുന്നണിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയണത് ഈ ലേഖനം. അപ്പൊ ആൽക്കഹോളിസത്തിനെ കുറിച്ചിട്ടുള്ള ഈ ആൽക്കഹോളിസം എന്നുള്ള ഈ പ്രശ്നത്തിനെ കുറിച്ചുള്ള നമ്മൾ അതിന് വേണ്ട വിദ്യാഭ്യാസം അല്ലെങ്കിൽ എന്താ അതിന് പറയാ അവയർനെസ് കൊടുക്കലാണ് വേണ്ടത്. അത് എവിടേക്കാണ് കൊടുക്കേണ്ടത്? ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കൊടുക്കും. ഇനി ഫ്രം ക്രാഡിൽ ടു ഗ്രേവ്, the drunk and the potential alcoholic will have to be completely surrounded by a true and deep understanding and by a continuous barrage of information. ഈ ഇൻഫർമേഷൻ കൊടുക്കേണ്ട കാര്യത്തിന് എങ്ങനെയാണ് വേണ്ടതാണ്? ഫ്രം ക്രാഡിൽ ടു ഗ്രേവ്, തൊട്ടിയിൽ നിന്നും ശവകുടീരത്തിലേക്ക്. The drunk and the potential alcoholic will have to be completely surrounded by a true and deep understanding and by a continuous barrage of information. ഒരു കുടിയനും അല്ലെങ്കിൽ കുടിയനാവാൻ സാധ്യതയുള്ള ഒരാളും ഇവരെയൊക്കെ എപ്പോഴും ഈ ക്രാഡിൽ ടു ഗ്രേവ് എന്ത് വേണം? അവർക്ക് ചുറ്റും നമ്മൾ എപ്പോഴും ഈ ഒരു വിവരം കൊടുത്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമാണ്. അതിലിപ്പോ ഇന്ന ആളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം ആർക്ക് വേണമെങ്കിൽ ആവാലോ നാളെ ആൽക്കഹോളിക്. പിന്നെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുണ്ടാവാലോ, അവരുടെ ഫാമിലിയിലുണ്ടാവാ, അല്ല എന്താ പറയുക, സൊസൈറ്റിയിലുണ്ടാവാലോ, എവിടെ വേണമെങ്കിൽ ആവാലോ. ദിസ് മീൻസ് ഫാക്ച്വൽ എഡ്യൂക്കേഷൻ പ്രോപ്പർലി പ്രസന്റഡ്. അതെ, ആ ഫാക്ച്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം, പ്രോപ്പർലി പ്രസന്റഡ് ആയിരിക്കും. എന്താണ് ഫാക്ച്വൽ എഡ്യൂക്കേഷൻ? നമ്മളൊരു ഏടെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. ഏടെ കാഴ്ചപ്പാട് ആൽക്കഹോളിസം ഒരു രോഗമാണ്, ആ രോഗത്തിന് പ്രതിവിധിയുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവ കാര്യം. ഇതാണ് ആ രോഗം എങ്ങനെയാണ് 3 ഫോൾഡാണ് എന്നുള്ള കാര്യവും പറയാം. അതുപോലെ അതിനുള്ള പ്രതിവിധിയെ കുറിച്ച് അത് പ്രോപ്പർലി പ്രസന്റ്.
നന്നായിട്ട് ശരിയായ രീതിയിൽ വേണം അതിനെ പ്രസന്റ് ചെയ്യാൻ. Heretofore, much of this education has attacked the immortality of drinking rather than the illness of alcoholism. അതായത് സാധാരണഗതിയിൽ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ഈ much of this education has attacked the immorality of drinking. അതായത് നമ്മൾ സാധാരണ കാണാറില്ലേ, നമ്മളൊക്കെ ഇപ്പോൾ എവിടെങ്കിലും ഒരു ആൽക്കഹോളിസത്തിന്റെ ഇതിന് ആൽക്കഹോൾ ഏരിയയിലുള്ള ആൾക്കാരല്ലാത്ത മറ്റു പലരും വന്ന് സംസാരിക്കുമല്ലോ. രാഷ്ട്രീയക്കാരാവാം, സാമൂഹിക പരിഷ്കർത്താക്കളാവാം, പല ആൾക്കാരും, ഇല്ലെങ്കിൽ പുരോഹിതന്മാരാവാം. ഇവരൊക്കെ ഇതിനെയൊക്കെ ഒരു സമൂഹത്തിന്റെ സാമൂഹ്യ വിപത്തായതിനെ കുറിച്ചാണ് സംസാരിക്കുക. അല്ലെങ്കിൽ അതൊരു ഇമ്മോറൽ കാര്യം, അധാർമികതയെ കുറിച്ചാണ് സംസാരിക്കുക മദ്യത്തിന്റെ. പക്ഷേ ഇവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഓഫ് ഡ്രിങ്കിങ് റാദർ ദാൻ ദ ഇൽനെസ് ഓഫ് ആൽക്കഹോളിസം. അപ്പൊ എല്ലാവരുടെയും ഉള്ള അവയർനെസ്, എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് ഒക്കെ അധികം കാണുന്നത് നമ്മൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ഇൽനെസ് എന്നുള്ള രീതിയിലല്ല പ്രസന്റ് ചെയ്ത് കാണാറ്, നേരെ മറിച്ച് അത് ഒരു അധാർമികമായ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് കാണാൻ. Now, who is going to do all this education? Obviously, it is both a community job and a job for specialists. അപ്പോ ഇതിനെ ഒരു ധാർമ്മികമായിട്ട് കാര്യം എന്നുള്ള രീതിയിലല്ലാണ്ട് വേറെ, കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ, ഇത് എഡിറ്റഡ് ആണ്. ഇതില് ആദ്യം കൊടുത്ത 4 വരി എന്ന് പറഞ്ഞു, ആദ്യം വായിച്ച 4 വരി പേജ് നമ്പർ 186 3rd പാരഗ്രാഫിന്റെ തുടക്കത്തിലുള്ള 4 വരിയാണ്, 3 വരിയാണ്. പിന്നെ കൊടുത്തിട്ടുള്ളത് 186ന്റെ ലാസ്റ്റില് ഉള്ള 2 വരിയും 187ലെ 2 വരിയാണ്. പിന്നെ അത് കഴിഞ്ഞ 187ലെ മറ്റു 187ന്റെ തുടക്കത്തിലുള്ള 2 വരിയാണ്. പിന്നെ അത് കഴിഞ്ഞ് 187ന്റെ 3ാമത്തെ പാരഗ്രാഫിന്റെ ആദ്യത്തെ 3 വരിയാണ്. ഇങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ ഇടയിലുള്ള കുറെ കാര്യങ്ങൾ മിസ്സാണ്, ഇത് എഡിറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തോന്നും നമുക്ക്. എങ്ങനെയാണ് അവർ സാധാരണ മറ്റൊരു അവയർനെസ് കൊടുക്കുന്നത്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്, അധാർമികമായിട്ടുള്ള കാര്യമാണെന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സാമൂഹിക വിപത്താണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മളിവിടെ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള ഫാക്ച്വൽ എഡ്യൂക്കേഷൻ ആണ്. ഫാക്ച്വൽ എഡ്യൂക്കേഷൻ എന്താണ്? ഇതിന്റെ ഇൽനെസിന്റെ ഭാഗത്തിനെ കുറിച്ച് പറയണം. ഓക്കെ, ഇനി ആരാണ് ഇത് കൊടുക്കുക? Now, who is going to do all this education? ഇത് ആരൊക്കെയാണ് കൊടുക്കുക? ആരാണ് കൊടുക്കുക? Obviously, it is both a community job and a job for specialists. അപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ, ഈവൻ നമ്മുടെ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ ജോബുമാണ്, പ്ലസ് സ്പെഷ്യലിസ്റ്റിന്റെ ജോബുമാണ്. ഓക്കെ, ഇൻഡിവിജ്വലി VAAs can help. വ്യക്തികളുടെ രീതിയിൽ നമ്മൾക്ക് ഏകാർക്ക് നമുക്ക് അതിനെ സഹായിക്കാൻ പറ്റും. ഇതൊരു സമൂഹത്തിന്റെയും ഒക്കെ ഇതാണെങ്കിലും വ്യക്തികൾ എന്നുള്ളത് നമുക്ക് ഏകാർക്കും അതിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ബട്ട് AA as such cannot and should not get directly into this field. പക്ഷെ AA എന്നുള്ള രീതിയിൽ നമ്മൾ ഈ അധാർമികതയും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. എന്തിനെ കുറിച്ചാണ് പറഞ്ഞ? ആൽക്കഹോളിസത്തിനെ കുറിച്ചുള്ള അവയർനെസ് പ്രോഗ്രാമും എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലും എന്നുള്ള ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്നുള്ള രീതിയിൽ പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇതൊരു കാര്യമുണ്ട്, ഇതിൽ പിന്നീട് ഇതിന്റെ പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ട്. 1958 എഴുതിയിട്ടുള്ള ലേഖനമാണ്. പിന്നീട് ഇതിന്റെ കുറച്ച് പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ട്രസ്റ്റീസ് ഒക്കെ വന്നപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടതൊക്കെ. ഓക്കെ, പക്ഷെ നമുക്ക് ഇൻഡിവിജ്വൽസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതിന് സഹായിക്കാൻ പറ്റും. ഇനി and should not get directly into this field. Therefore, we must rely on other agencies. അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യത്തിൽ മറ്റുള്ള ഏജൻസികളെ നമ്മൾ അവരിൽ വിശ്വാസം അർപ്പിക്കണം. On outside friends and their willingness to supply great amounts of money and effort. Yes, ഇവിടെ ഇതും ഒരു കാര്യം വരുന്നുണ്ട്. ഇതിന്റെ കണ്ടമാനം പണവും
എന്താ പറയുക, അധ്വാനമൊക്കെ വേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ മറ്റ് ഏജൻസികളെ നമ്മളിത് ഏൽപ്പിക്കണം ഈ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇവരെ സഹായിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു സംവെയർ ഒരു 15 കൊല്ലം മുമ്പേ, 10-15 കൊല്ലം മുമ്പേ ഞങ്ങളുടെ പാലക്കാട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് പേര് ഞങ്ങളുടെ ഗ്രൂപ്പ് മീറ്റിങ്ങിന്റെ അവിടെ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, സീനിയർ ഓഫീസർ 3 പേരുണ്ടായിരുന്നു. 3 പേര് വന്നിട്ട് അവർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് 17 ലക്ഷം രൂപ, അന്നത്തെ 10-15 കൊല്ലം മുമ്പേ 17 ലക്ഷം രൂപ ഫണ്ട് ഇവിടെ പാലക്കാട് കിട്ടിയിട്ടുണ്ട് എക്സൈസ് ഇതില്. നിങ്ങളും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു അവയർനെസ് പ്രോഗ്രാം ഇവിടെ മുഴുവൻ നടത്തണം, പാലക്കാട് ജില്ലയിൽ മുഴുവൻ നടത്തണം. അവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ സ്റ്റാൻഡുണ്ട്. നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മളെ പാരമ്പര്യങ്ങൾ വരെ വായിച്ചു കേൾപ്പിച്ചു. അതിൽ പറഞ്ഞു നമുക്ക് ആരായിട്ടും 6ാമത്തെ പാരമ്പര്യം, 7ാമത്തെ പാരമ്പര്യം, ഇത് രണ്ടും കാണിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അനോണിമിറ്റി പാരമ്പര്യങ്ങൾ 11-12. എന്താ ഉണ്ടായെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളായിട്ട് അഫിലിയേറ്റ് ചെയ്യാൻ പറ്റില്ല. 1. 2, ഞങ്ങൾക്ക് ഈ പൈസയും ഈ കാര്യങ്ങളൊന്നും ആയിട്ടുള്ള ഏർപ്പാടുകളും ഇതിനു വേണ്ട പരിശ്രമങ്ങളൊന്നും ഞങ്ങൾക്ക് ഒഫീഷ്യലി ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് എയുടെ കാഴ്ചപ്പാട് പറയാം, ഇതൊരു ഇല്ലസ് ആണെന്നുള്ള കാര്യം പറയാം. അതിന് ആരെങ്കിലും 1-2 പേര് സഹായിക്കാനായിട്ട് ഞങ്ങൾ കൂടെ വരാം. അതും അനോണിമിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വരാം. ബാക്കിയുള്ള കാര്യങ്ങൾ, ഫണ്ടും ബാക്കിയുള്ള അതിന്റെ ശ്രമങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അവർ പിന്നെ തിരിച്ചു വന്നില്ല. അത് അങ്ങനെ ഒരു കേസ്. വേറൊരു അനുഭവം, ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായി. അതായത് ഇതിനൊക്കെ ശേഷം ഒരു 2011-12 കാലഘട്ടങ്ങളിൽ ജനമൈത്രി പോലീസ് ഇവിടെ ജനമൈത്രി പോലീസ് തുടങ്ങിയ കാലമാണ് കേരളത്തിൽ. അപ്പൊ ജനമൈത്രി പോലീസിന്റെ ഇതായിട്ട് അന്നൊരു ഡിവൈഎസ്പി, എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഞാൻ മറന്നുപോയി, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അയ്യോ നല്ല അറിയണ പേര് പെട്ടെന്ന് കിട്ടുന്നു. എന്തായാലും എൻ്റെ സിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് നല്ല അറിയുന്നുണ്ട് പേര്. എൻ്റെ പെങ്ങളുടെ കോളേജിലെ അവർ സെയിം ക്ലാസ്സിലായിരുന്നു ഡിഗ്രിക്ക് മുമ്പ്. എന്തായാലും അയാളോട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ വന്ന് ചോദിച്ചു, ജനമൈത്രി പോലീസിന്റെ ഇതില് പ്രത്യേകിച്ച് അട്ടപ്പാടി മേഖലയിലും ആദിവാസി മേഖലകളിലൊക്കെ ചെയ്യാനുണ്ട്, നമുക്ക് അവയർനെസ് കൊടുക്കാനുണ്ട്. ഇതേ സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഫണ്ട്സ് ഇല്ല, ഞങ്ങൾ ഫണ്ടുകളൊന്നും എവിടെ നിന്നും തരൂല്ല. ആ സമയത്ത് അതാ പറഞ്ഞത്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഫണ്ടൊക്കെ ഉണ്ട്, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ സഹായത്തിനായിട്ട് വരാം. ഇതിന്റെ അവയർനെസ് പ്രോഗ്രാമിൽ നമ്മളുടെ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് സംസാരിക്കും, അല്ല 15 മിനിറ്റ്, 15 to 25 മിനിറ്റ് സംസാരിക്കും, ഇത്രേ ഉള്ളൂ. അവർ വളരെ ഹാർദമായിട്ട് നമ്മളെ കൊണ്ടുപോയി. ഞാനാ പോയിരുന്നു, ഒരാൾ ഞാനായിരുന്നു, വേറെ ഉണ്ടായിരുന്നു 2 പേരുണ്ട്. ഞങ്ങൾ 3 പേരെ പോയി. ഞങ്ങൾ 3 പേര് പോയിട്ട് അട്ടപ്പാടിയിലുള്ള ആദിവാസി ഊരുകളിൽ 5-6 ഊരുകളിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് കാരണം നമുക്ക് ആദിവാസി ഊരുകളിലേക്ക് സാധാരണ മനുഷ്യർക്ക്, എന്നാൽ സാധാരണ സിവിൽ പബ്ലിക്കിന് പ്രവേശനം ഇല്ല, ഇതേപോലെ വല്ല പോലീസോ അങ്ങനെ വല്ലവരും കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവിടെ ഓരോ ഊരിലും അവരെന്നെ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്തു. 2 ദിവസങ്ങളിലായിട്ടാണ് 6 ഊരിൽ പോയത്, ഒരു ദിവസം 3 ഊരിലായിട്ട്. അങ്ങനെ 2 ദിവസമായിട്ട് ഞങ്ങൾ ഈ അവയർനെസ് പ്രോഗ്രാം. പിന്നെ അത് പറഞ്ഞെന്താന്ന്, നമുക്ക് അതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ. അവരോട് നമുക്ക് 6ാം പാരമ്പര്യം ഓർമ്മിക്കാം, നമുക്ക് സഹകരിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് സംയോജിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആൽക്കഹോളിസം ഫ്രണ്ടിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ട എന്നുള്ള രീതിയിൽ ഇതിനെ കുറിച്ചുള്ള ബിൽഡബ്ല്യുവിന്റെ അന്നത്തെ എയുടെ ആ രീതിയും ഒക്കെ ആയിട്ട് യോജിപ്പിച്ചു കൊണ്ടുള്ളതാണ് ഈ ലേഖനം. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇത് സൂചിപ്പിക്കുന്നത് നോക്കാം. കമ്മ്യൂണിറ്റി പ്രോബ്ലം എന്നുള്ള എനിക്ക്, അതായത് ഇതൊരു കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തമാണ്, സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. സമൂഹം ചെയ്യട്ടെ, അതിന്റെ കൂടെ നമുക്ക് സഹായിക്കാൻ നിൽക്കാം, അത്ര പറ്റുള്ളൂ എന്നാണ് എന്റെ ഉദ്ദേശം, വേറെ ഒന്നുമില്ല.
ഇത് സൂചിപ്പിക്കുന്ന കോപ്പറേഷൻ വിതൗട്ട് അഫിലിയേഷൻ. അതെ, 6ാം പാരമ്പര്യം തന്നെ. നമുക്ക് സഹകരിക്കാം, സംയോജനമില്ലാതെ സഹകരിക്കാം. അത് തന്നെയാണ് നമ്മുടെ ഇതിനല്ലേ പ്രസ്താവനയുടെ ആമുഖത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ. പിന്നെ അടുത്ത എന്താണ്? ആൽക്കഹോളിസം ആസ് എൻ ഇൽനെസ്. അതെ, ഇതൊരു രോഗാവസ്ഥയാണ് എന്നുള്ള, അസുഖമാണെന്നുള്ള കാര്യം ഊന്നി പറയുക. പിന്നെ സർവീസ്, സേവനം ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച്. ഇതൊക്കെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിലൊക്കെ കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ മണി 11 ആവുകയാണ്. ഞാൻ കേട്ടോ. താങ്ക് യു ചേട്ടാ. ഓക്കെ, ശരിയപ്പോ എല്ലാവർക്കും വിടാം. താങ്ക് യു. ഈ 10ാം വാർഡിയെ കുറിച്ചൊക്കെ കൂടുതൽ എന്താ പറയാ വായിക്കാനുള്ള അവസരം തന്നു. ബിൽഡപ്പ്. നമസ്കാരം. ബൈ. നിങ്ങളുടെ മിഡ് നൈറ്റ് ഗ്രൂപ്പിനും